തലസ്ഥാന നഗരി തുടരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ ഇനി നിമിഷങ്ങൾ മാത്രം. 249 ഇനങ്ങൾ, 15,000-ഓളം പ്രതിഭകൾ, നദികളുടെ പേരുമായി 25 പേര്. കളിയുടെ മഹോത്സവം, വൈവിധ്യങ്ങളുടെ മേള, കുട്ടികളുടെ ആഘോഷം, താളമേളങ്ങളുടെ സമന്വയം, നാളെയുടെ ഗായകരെയും നർത്തകരെയും കഥാകാരന്മാരെയും എഴുത്തുകാരെയും ചിത്രകാരന്മാരെയും വാർത്തെടുക്കുന്ന കലാമേള. മാസ്മരിക നിമിഷങ്ങൾ ഇവ ചുമ്മാതെ ആസ്വദിക്കാം. 43ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ ഞാൻ അറിയുന്ന എന്റെ നിലയെയാണ് എനിക്കിഷ്ടം എന്നെഴുതിയ മലയാളത്തിലെ സ്വന്തം വ്യക്തിയോടുള്ള ആദരസൂചകമായി 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിക്ക് ചിന്തകാലത്തെ കാലങ്ങു തിന്നു തീർക്കുമ്പോൾ മൂഢപ്രഭുക്കളെ പോയി തോൽപ്പിച്ച നാട് മലയാളം. ഈ സ്വപ്നവേദി പുകഴേറും നാടിൻ ചരിത്രമാവട്ടെ. താരകങ്ങളായി നിറന്നു കലയുടെ നൂപുറങ്ങൾ ധ്വനി പകർന്നു കടലല തഴുകുമിളം നിലവുകളിൽ വിരവൊടു യവനികയുയരാറാ രാജതാള ഭാവപൂർണനയനം രോമഹർഷമാർന്നനന്ദപുരിയും
ഭംഗിക്ക് കൂട്ടുചേർന്നു വളരുക വരകളിലും വരികളിലും യുവജന കാമന തെളിയാറ ഗോത്ര സംഘം നൃത്തമേക ചലനം മാത്രതോറും ആത്മഹർഷ മധുരം ആഭിമുഖ്യവും ഉറപ്പുവരുത്തുക എന്നതാണ് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലക്ഷ്യം. കലോത്സവങ്ങൾ കുട്ടികളുടെ ഉത്സവമാകട്ടെ. ഇന്നത്തെ കലോത്സവ പ്രതിഭകൾ നാളത്തെ സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനങ്ങളായ ഉജ്ജ്വല താരങ്ങളാകട്ടെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിൽ 63ാമത് കേരള സ്കൂൾ കലോത്സവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ശ്രീ GR അനിൽ, ശ്രീ കെ രാജൻ, ശ്രീ AK ശശീന്ദ്രൻ, ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ KN ബാലഗോപാൽ, ശ്രീ P രാജീവ്, ശ്രീ PA മുഹമ്മദ് റിയാസ്, ശ്രീമതി വീണ ജോർജ്, ശ്രീ സജി ചെറിയാൻ, MP മാരായ ഡോക്ടർ ശശി തരൂർ, ഡോക്ടർ ജോൺ റിട്ടാസ്, അഡ്വക്കേറ്റ് AA റഹീം, MLA മാരായ അഡ്വക്കേറ്റ് ആന്റണി രാജു, അധ്യക്ഷൻ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, ആദരണീയനായ മന്ത്രിമാർ, MP മാർ, MLA മാർ, വേദിയിലെ സദസ്സിലെയും മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ കലോത്സവത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം. 63ാമത് കേരള സ്കൂൾ കലോത്സവം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശേഷം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പൈതൃക നഗരമായ തിരുവനന്തപുരത്തേക്ക് കലോത്സവം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് 25 വേദികളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. 25 വേദികളിലായി 249 ഇനങ്ങളിൽ വികസനത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകി അക്കാഡമികവും അക്കാഡമികേതരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ കാര്യത്തിലും സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യാതിഥികളായി നമ്മളോടൊപ്പം മന്ത്രിമാർ
പങ്കെടുക്കുന്നു. ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ അവർകൾ മുഖ്യാതിഥിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യയായ ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളോടൊപ്പം മുഖ്യാതിഥികളായി ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ആന്റണി രാജു പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ബഹുമാന്യരായ MP മാർ അഡ്വക്കേറ്റ് A റഹീം, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളോടൊപ്പം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA, ശ്രീ V ജോയ് MLA, അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, അഡ്വക്കേറ്റ് M വിൻസെന്റ് MLA, അഡ്വക്കേറ്റ് IP സതീഷ് MLA ചേർന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ്, കലാപ്രതിഭകളാണ്. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു മത്സരമല്ല, എന്നാൽ അതേസമയം തങ്ങളുടെ സർഗവാസന പ്രദർശിപ്പിക്കാനുള്ളൊരു വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെ ആദരവോടെ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ, MLA മാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, 63ാമത് കേരള സ്കൂൾ കലോത്സവം ആ നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഇത്തവണ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. 2016 ശേഷം തിരുവനന്തപുരത്ത് വീണ്ടും എത്തിയ കലോത്സവം അതുകൊണ്ട് തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 കലാരൂപങ്ങൾ കലോത്സവത്തിൻ്റെ മത്സര ഇനങ്ങളായി വേദിയിൽ എത്തുകയാണ്. കേരളീയ സമൂഹത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണിത്. ഇന്ന് മുതൽ 8-ാം തീയതി വരെ എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കാലഘട്ടത്തിൽ ഉയരുന്നതാണ് കേരള സ്കൂൾ കലോത്സവം വൻ വിജയമാക്കുവാൻ എല്ലാ പിന്തുണയും പൊതുസമൂഹം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട്. പ്രത്യേക ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 25 മത്സരവേദികളാണുള്ളത്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരവോടെ ക്ഷണിക്കുന്നു. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ
കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ മേളയിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റിവെക്കുന്നത്. നേരത്തെ പറഞ്ഞു 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമവേദിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണ്. കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് അതിജീവനത്തിന്റെ കരുത്ത് നമുക്കായി പകർന്ന നമ്മുടെ അഭിമാനം വെള്ളാർമല സ്കൂളിലെ കുഞ്ഞുമക്കൾക്ക് കലാമാമാങ്കത്തിന്റെ സ്നേഹാദരവ്. ആദരവ് നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെയും മന്ത്രിമാരായ മന്ത്രി ശ്രീ GR അനിലിനെയും ആന്റണി രാജു MLAയും ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭക്ഷണം സെർവ് ചെയ്യുന്ന ഭാഗത്ത് കൂടി ആളുകളെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കുന്നത്. ഭക്ഷണ വിതരണം തടസ്സമാണ്. പ്രധാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീനാരായണ